സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് ചോദിച്ച ചെറിയൊരു ക്വസ്റ്റ്യൻ വീണ്ടും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എ സർട്ടൻ സം ഓഫ് മണി വാസ് ഇൻവെസ്റ്റഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ 3 years. സോ ഇത് പ്രിൻസിപ്പൾ ആണല്ലോ, നമുക്കറിയില്ല പ്രിൻസിപ്പൾ എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. സർട്ടൻ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഇയേഴ്സ് 3 years ആണ്. ഇഫ് ഇറ്റ് ഹാസ് ഇൻവെസ്റ്റഡ് അറ്റ് റേറ്റ് 7% ഹയർ. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, എത്രയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അതിനെക്കാട്ടിലും വിച്ച് മീൻസ് അതിന് കൂടുതലായിട്ടൊരു 7%. ഇപ്പോൾ 10%ലാണ് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 10 + 7 ഒരു 17% ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 882 rupees കൂടുതൽ കിട്ടുമായിരുന്നു. ഓക്കെ, മോർ ദെൻ ദ സം ഈസ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഞാനൊരു തുക ഇൻവെസ്റ്റ് ചെയ്തു, 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടി. ഒരു പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കാട്ടിയും 7% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 882 rupees എക്സ്ട്രാ കിട്ടുമായിരുന്നു. അങ്ങനെയല്ലേ? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു തുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര വർഷത്തേക്ക്? 3 years. ഓക്കെ, അപ്പോൾ ഒരു വർഷം എനിക്ക് എക്സ്ട്രാ 7% ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഇവിടെ ടോട്ടൽ പ്ലസ് എത്ര ശതമാനം കിട്ടുമായിരുന്നു? 21% കിട്ടുമായിരുന്നു. കാര്യം മനസ്സിലായോ? 7%, 7%, 7%. അപ്പം എനിക്കൊരു എക്സ്ട്രാ 21% കിട്ടും. ആ എക്സ്ട്രാ 21% കിട്ടുന്ന എമൗണ്ട് ആണ് 882. അപ്പൊ ഈ 21% എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ആണ് 882 എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഒരു വർഷത്തേക്കാണ് 7% എക്സ്ട്രാ വരുന്നത്. അപ്പൊ അടുത്ത വർഷം വീണ്ടും 7%, അടുത്ത വർഷം അഗൈൻ പ്ലസ് 7%, അല്ലെ? സോ 7, 7, 7, 21%. അപ്പൊ 3 വർഷം കൊണ്ട് എനിക്ക് കൂടുതൽ കിട്ടുക 21%, കൂടുതൽ കിട്ടുന്ന എമൗണ്ട് 882, അല്ലെ? ഇനി ഒരൊറ്റ കാര്യം വെച്ചാൽ മതി. ഒരു തുകയെ അതിന്റെ പെർസെന്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100% കിട്ടും. എങ്ങനെ? ഒരു തുകയെ, ഒരു എമൗണ്ടിനെ അതിന്റെ പെർസെന്റേജ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 100% കിട്ടും. നമ്മുടെ കേസിൽ അത് പ്രിൻസിപ്പൽ ആണ്, അല്ലെ? അപ്പൊ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. 882 ഡിവൈഡഡ് ബൈ 21%. കാൽക്കുലേറ്റർ എടുക്കുക. 882 ഡിവൈഡഡ് ബൈ 21% ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 4200. ഏത്? 4200. ഓക്കെ, എനിക്ക് 4200 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് അവർ ഓപ്ഷൻ സി, അല്ലെ? വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കേസാ. ഇതിനു മുന്നേ നമ്മൾ ഇതേ പാറ്റേൺ വന്നിട്ടുണ്ട്, എക്സാമിന് നമ്മളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ